ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണേ. നമുക്ക് സ്വയം സന്തോഷിക്കാനായിട്ട് ഒന്ന് പഠിച്ചാലോ? സത്യത്തിൽ കുറച്ച് കാലം മുൻപ് വരെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് സന്തോഷം തോന്നണമെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് സംഭവിക്കണം എന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണം. അപ്പോൾ മാത്രമാണോ ഞാൻ ഹാപ്പി ആകുന്നത്? പക്ഷേ പിന്നീട് പതുക്കെ എനിക്കൊരു കാര്യം മനസ്സിലാകാനായിട്ട് തുടങ്ങി. നമുക്ക് ഹാപ്പിനെസ് എപ്പോഴും മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയമായിട്ട് സന്തോഷിക്കാൻ എപ്പോഴാണ് പറ്റുന്നത്? അങ്ങനെയാണ് ഞാൻ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സ്വയം സന്തോഷിക്കാൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനെനിക്ക് പേഴ്സണലി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു അഡ്വൈസ് അല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ കേട്ടിരുന്നാൽ മതി. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഞാൻ ഒരു 7 പോയിൻറ്റ്സ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് മറ്റുള്ളവരുടെ അറ്റൻഷൻ കാത്തിരിക്കുന്നത് ഞാൻ കുറച്ചു. കാരണം മുമ്പ് ആരെങ്കിലും എന്നോട് സംസാരിച്ചില്ലെങ്കിൽ പോലും എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഞാൻ കുറേ നേരം അതിങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, എന്താ അവരെൻ്റെ അടുത്ത് സംസാരിക്കാത്തത്, എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടാണോ, അതോ എന്നോട് ദേഷ്യം കൊണ്ടാണോ അവർ സംസാരിക്കാത്തത് എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് ചിന്തിക്കുമായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, എല്ലാ കാര്യവും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നൊന്നുമില്ല. കാരണം ആൾക്കാർ എപ്പോഴും ഭയങ്കര ബിസിയാണ്. അവരുടെ മൂഡ് ശരിയല്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് കാണും. അങ്ങനെ ഓരോ കാര്യവും നമ്മൾ പേഴ്സണലി എടുക്കുന്നത് ഞാനങ്ങ് കുറച്ചു. അത് എനിക്ക് വളരെയധികം സമാധാനം മാത്രമാണ് തന്നിട്ടുള്ളത്. സെക്കൻഡ് പോയിൻറ്റ്, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാനായിട്ട് തുടങ്ങി. അതായത് ടൈം. മുൻപ് ഞാൻ ഫ്രീ ടൈം കിട്ടിയാൽ ഫോൺ എടുത്ത് അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു, എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നെനിക്ക് തോന്നി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി. അതായത് കുറച്ച് സമയം ഇരുന്ന് മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, പിന്നെ വെറുതെ കുറച്ച് നേരം ഇരിക്കുക. അങ്ങനെ ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് തുടങ്ങി. അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഒരു ചെറിയൊരു സന്തോഷമൊക്കെ കിട്ടിത്തുടങ്ങി. തേർഡ് പോയിൻറ്റ്, മറ്റുള്ളവരുമായിട്ട് ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുന്ന കുറച്ചു. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, എന്നെ വെച്ച് ഞാൻ മറ്റുള്ളവരെ അടുത്ത് കമ്പയർ ചെയ്യുമായിരുന്നു. അത് പേഴ്സണലി ഏറ്റവും ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കാര്യമായിരുന്നു അത് മാറ്റിയെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എനിക്ക് നമ്മുടെ സ്കിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ബോധേഡായിരുന്നു. സോ ഞാൻ മാത്രം എന്താ ഇങ്ങനെ, അപ്പം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഇതെല്ലാം എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. സോ ഐ നീഡ് ടു ആക്സെപ്റ്റ് ദിസ്. സോ അതിനുശേഷം ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കമ്പാരിസൺ എനിക്ക് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. മുൻപ് എന്ത് ചെയ്താലും ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല എന്നായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു എൻ്റെന്നല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും തോട്ടം അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ പിന്നീട് ഞാനത് മാറ്റാനായിട്ട് ശ്രമിച്ചു. ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് കംപ്ലീറ്റ് ചെയ്താൽ പോലും ഞാൻ ഓക്കെ, നീ ഇത്രയും ചെയ്തു, ഗുഡ്, അങ്ങനെ എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങി. അപ്പം അങ്ങനെ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അത് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് മറ്റുള്ളവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സോ നമുക്ക് നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ആൻസറാണ്. അതായത് എല്ലാത്തിനും നമുക്ക് ഇതിൻ്റെ ആൻസർ തേടുന്നത് നമ്മളങ്ങ് കുറയ്ക്കുക. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ ചില ആളുകൾ നമ്മളെ ഒരിക്കലും മനസ്സിലാക്കത്തുമില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത് അത്ര പെർഫെക്റ്റായിട്ട് നടക്കണമെന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ അതൊക്കെ പണ്ട് ഒരുപാട് ഇങ്ങനെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്ത് ആലോചിക്കുമായിരുന്നു, അതെന്താ അങ്ങനെ എന്ന്. അപ്പം ചില റിലേഷൻഷിപ്സിൽ പോയാലും നമുക്കങ്ങനെ തോന്നാം. അപ്പം പക്ഷേ നമ്മളിപ്പം നമ്മളും ഞാനും ഒക്കെ ഇപ്പം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എൻ്റെ ആ ഒരു തിങ്കിങ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനു മാറ്റി വെക്കണം? അത് ഞാൻ എന്നെക്കുറിച്ച് അധികം ചിന്തിക്കാതെ ഞാൻ മറ്റുള്ളവർ പറഞ്ഞത് അതാണ് ഞാൻ കൂടുതലും ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാം സോൾവ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ചില കാര്യങ്ങൾ നമ്മൾ സിംപ്ലി അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സിക്സ്ത് പോയിൻറ്റ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ സമയം ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ വർക്ക്, നമ്മുടെ ഫാമിലി. അപ്പം നമ്മുടെ ഡെയിലി കാര്യങ്ങൾ ഇങ്ങനെ നടക്കുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മളെ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം എനിക്ക്
എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഐ ഹാവ് എ ബേബി. സോ ഞാൻ എപ്പോഴും എൻ്റെ ബേബിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ സമയം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര സ്ട്രെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. എപ്പോഴും എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ എൻ്റെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പം അത് വലിയൊരു വലിയൊരു കാര്യമാണെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് പോലും നമുക്ക് കുഞ്ഞൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. സോ അപ്പം നമ്മുടെ മൈൻഡ് എപ്പോഴും എന്തായിരിക്കും, റിഫ്രഷ്മെൻറ്റ് ആണ് ഉണ്ടാവുന്നത്. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ആൻഡ് കാമായിട്ടിരിക്കാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. 7th ലാസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, എല്ലാ ദിവസവും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊരു പ്രഷർ നമുക്കുണ്ട്. ആ പ്രഷർ നമ്മളങ്ങ് മാറ്റി വയ്ക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ദിവസവും ഒരുപോലെയല്ല. ഇത് ഞാൻ പതുക്കെ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എല്ലാ ദിവസവും നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കണമെന്നൊന്നുമില്ല. ചില ദിവസം നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല. ചില ദിവസം മൂഡ് ഓഫ് ആയിരിക്കാം. ചില ദിവസം നോർമലായിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം വന്നാൽ എന്താ എനിക്കിങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ ഉള്ളൂ, ഞാൻ എന്നിട്ട് എന്നെ തന്നെ സ്വയമായിട്ട് കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഓക്കെ, സോ നമ്മൾ പറയുക, ഇന്ന് ഞാൻ കുറച്ച് സമയം ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. സോ എന്ന് ഞാൻ അങ്ങനെ എന്നോട് തന്നെ പറയാനായിട്ട് തുടങ്ങുന്നു, അത് തന്നെ ഒരു വലിയ ചേഞ്ചാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നൊന്നും അല്ല. ഇപ്പോഴും ചില ദിവസങ്ങളിൽ ഞാൻ ഓവർ തിങ്കിങ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്നെ ഹേർട്ട് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് മറ്റുള്ളവരുടെ ബിഹേവിയറിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഹാപ്പി ആയിട്ടിരുന്നുണ്ട്. ബിക്കോസ് എനിക്ക് സന്തോഷിക്കാനായിട്ട് ഞാനൊരു അവസരം പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പതുക്കെ എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് ഞാൻ തന്നെ ഏറ്റെടുക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വലിയ മാറ്റങ്ങളൊന്നും വേണ്ട. ദിവസവും കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് തന്നെ മാറ്റിവെക്കുക. മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നതൊക്കെ കുറയ്ക്കുക. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. എല്ലാത്തിനും ആൻസർ തേടാതെ ചില കാര്യങ്ങൾക്ക് ആ കാര്യങ്ങളെ വിട്ട് കളയാനായിട്ട് പഠിക്കുക. സ്വയം സന്തോഷിക്കാമെന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഹാപ്പി അല്ലാത്ത ദിവസങ്ങളും നമ്മളെ തന്നെ മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ തന്നെ പഠിക്കുക. അതാണ് ഞാനിപ്പം ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതുപോലെയുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. സോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. ബൈ, ടേക്ക് കെയർ.